ഉത്തർപ്രദേശിലെ സംബൽ ജുമാ മസ്ജിദിനെ മസ്ജിദ് എന്നതിനു പകരം തർക്കഭൂമി എന്ന് വിളിക്കണമെന്ന ഹിന്ദുത്വവാദികളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. ഇതോടെ കോടതി രേഖകളിൽ മസ്ജിദിന്റെ പേര് ഇനി മുതൽ തർക്കമന്ദിരം എന്നാകും. റമദാൻ ആരംഭമായതിനാൽ പള്ളിക്ക് വെള്ളപൂശാനും പരിസരം വൃത്തിയാക്കാനും അനുമതി വേണമെന്ന പള്ളി കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഹിന്ദുത്വവാദികളുടെ ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നത്. പള്ളി ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ആവശ്യം ഭാഗികമായാണ് അംഗീകരിക്കപ്പെട്ടത്. സമ്പലിനെ തർക്കഭൂമി എന്ന് വിളിക്കുന്നത് പള്ളി കൈയടക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ കൗശലത്തിന്റെ ഭാഗമായ നടപടികളിലൊന്നാണ്. ബാബർ നിർമ്മിക്കുകയും മുസ്ലിങ്ങളാൽ പരിപാലിച്ചു വരികയും ചെയ്യുന്ന പള്ളിയാണ് സമ്പലിലെ ഷാഹി ജുമാ മസ്ജിദ്. വ്യവഹാരത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയാണെങ്കിലും അതിനെ തർക്കഭൂമി എന്ന് വിളിക്കുന്നത് ചരിത്രപരമായും ധാർമ്മികപരമായും തെറ്റാണ്. വ്യവഹാരത്തെ രാഷ്ട്രീയായുധമാക്കുന്ന സംഘ് പരിവാറിന്റെ കൗശല്യം കോടതികൾക്ക് ബോധ്യമായില്ലെങ്കിൽ എന്തു ചെയ്യാനാവും? ബാബരി മസ്ജിദ് നിർമ്മിച്ച അതേ വർഷത്തിൽ തന്നെയാണ് സമ്പലിൽ യുദ്ധം ജയിച്ച ബാബർ അവിടെയൊരു പള്ളി നിർമ്മിക്കാൻ തൻ്റെ സേനാനായകനായ മിർ ഹിന്ദു ബേഗിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. സമ്പലിന്റെ ഗവർണറായി ബാബർ നിയമിച്ചത് സ്വന്തം മകൻ ഹുമയൂണിനെ തന്നെയാണ്. ഹുമയൂൺ തൻ്റെ മകൻ അക്ബറിന് ഭരണം കൈമാറി. ഷാഹി ജുമാ മസ്ജിദും മറ്റ് 2 കെട്ടിടങ്ങളുമാണ് സമ്പലിൽ ബാബർ പണിതത്. അക്കാലത്ത് പണിത മുഗൾ കെട്ടിടങ്ങളിൽ ശേഷിക്കുന്ന ഒരേയൊരു കെട്ടിടമാണ് ഈ മസ്ജിദ്. തുടർന്നു വന്ന ഭരണാധികാരികളെല്ലാം ഈ പള്ളിയെ പല രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ചിട്ടുണ്ട്. പള്ളി നിർമ്മിച്ചത് ക്ഷേത്രം തകർത്താണെന്ന ആരോപണം ആദ്യമായി ഉണ്ടാകുന്നത് 1963-ലാണ്. ശ്രീരാം ശർമ്മ എന്നൊരാൾ എഴുതിയ പുസ്തകത്തിലായിരുന്നു ഈ വാദം. പിന്നാലെ പള്ളിയുടെ മേൽ അവകാശ തർക്കവുമായി കേസുണ്ടായെങ്കിലും ഹിന്ദു വിഭാഗത്തിന്റെ വാദം സിവിൽ കോടതി തള്ളി. ഈ കേസിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ജഹാംഗീർ ചക്രവർത്തിയുടെ കാലത്തുള്ള നിരവധി രേഖകൾ പുറത്തു വന്നു. സമ്പൽ ഷാഹി മസ്ജിദ് വിവാദം ഹിന്ദു മുസ്ലിം കലഹം തീർക്കാനുള്ള സമർത്ഥമായി തയ്യാറാക്കിയ ഗൂഢാലോചനയാണ്. ഹർജി ഫയൽ ചെയ്ത രീതി, തുടർന്നുണ്ടായ അഭിഭാഷക സർവേ, ഉത്തരവിന്റെ വേഗത എന്നിവയെല്ലാം നടപടിക്രമത്തിന്റെ പവിത്രതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് കോടതിയുടെ ഓരോ നടപടിയും കാണേണ്ടത്. കോടതികൾ കാതലായ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിലെ ആദ്യത്തെ ഉദാഹരണമല്ല സമ്പൽ. 2024 സെപ്റ്റംബറിൽ കർണാടകയിൽ ഒരു പള്ളിയിൽ കയറി ജയ് ശ്രീരാം വിളിച്ചവർക്കെതിരായ കേസ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി പറഞ്ഞത് പള്ളിയിൽ കയറി ജയ് ശ്രീരാം വിളിക്കുന്നത് സമാധാനം നശിപ്പിക്കുകയോ പൊതുക്രമം നശിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ്. ഇതേ കേസിൽ അപ്പീലിൽ തുടർന്ന വാദം കേട്ട സുപ്രീം കോടതിയും ഒരു പ്രത്യേക മതമുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെ കുറ്റകരമാകുമെന്ന് ചോദിച്ചു. ഒരു മതസ്ഥലത്തിന്റെ പവിത്രത ലംഘിക്കുന്നതിന്റെ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിന്റെ ഉദാഹരണമായാണ് ഇതിനെ കാണേണ്ടത്. മസ്ജിദ് ഒരു പൊതുസ്ഥലമാണെന്നും അതിനുള്ളിൽ പ്രവേശിക്കുന്നത് ക്രിമിനൽ അതിക്രമമായി അർത്ഥമാക്കാനാവില്ലെന്നും ആയിരുന്നു കോടതി നിലപാട്. കോടതികൾ മതപരമായ വിശുദ്ധിയുള്ള സ്ഥലത്തെ മറ്റേതെങ്കിലും പൊതുസ്ഥലവുമായി തുലനം ചെയ്തു. മതസ്ഥലങ്ങൾ തീർച്ചയായും പൊതുപ്രവേശനത്തിലുള്ള ഇടങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെ പൊതുജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമാനമായ ഒരു വിശ്വാസം പങ്കിടുന്ന മതത്തിന്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും അതിനെ സംസ്കാരം ദൃശ്യമായ രീതിയിൽ ആചരിക്കുകയും ചെയ്യുന്ന പ്രത്യേക സമൂഹത്തെയാണ്. ഒരു മസ്ജിദിന്റെ മതപരമായ സ്വഭാവത്തെ അത് സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മതപരമായ ഉദ്ദേശങ്ങളിൽ നിന്ന് മാറ്റി പൊതുജനത്തിന്റെ ഇടമായി കാണുകയും ഒരു ന്യൂനപക്ഷ മതസ്ഥാപനത്തിലെ ഹിന്ദുത്വ ഗുണ്ടായിസം ശിക്ഷിക്കാതെ വിടുകയുമാണെങ്കിൽ മതവിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ഉറപ്പുകൾക്ക് എന്ത് മൂല്യമുണ്ട്? ഇസ്ലാം മതത്തിലെ ആചാരത്തിന്റെ ഒരു പ്രധാന ഭാഗമല്ല പള്ളിയെന്നും മുസ്ലിങ്ങൾക്ക് നമസ്കാരം എവിടെയും തുറന്ന സ്ഥലത്ത് പോലും നടത്താമെന്നുമാണ് 1994-ലെ ഇസ്മായിൽ ഫാറൂഖി കേസിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്. മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായ എല്ലാ പള്ളികളെയും ഭരണഘടനാ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും അവരുടെ ഭരണഘടനാപരമായ പ്രാർത്ഥനാവകാശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന അപകടകരമായ നിരീക്ഷണമായിരുന്നു കോടതി നടത്തിയത്. പള്ളിയെ ഒരു പൊതു ഇടമായി മതേതരവൽക്കരിക്കുകയും അതിൻ്റെ പരിസരത്ത് പൂജ പോലുള്ള പ്രവർത്തനങ്ങളെയും ഹിന്ദുത്വ പ്രവർത്തനങ്ങളെയും സാധാരണമാക്കുകയും ചെയ്തുകൊണ്ട് പള്ളിയുടെ മതപരത ഇല്ലാതാക്കുന്നു. ഇത് സാരാംശത്തിൽ പള്ളിയുടെ മതപരമായ പവിത്രതയാണ് ഇല്ലാതാക്കുന്നത്. ഇതിലൂടെ ഒരിക്കൽ അവകാശവാദം ഉന്നയിക്കുന്നതോടെ ഹിന്ദുത്വവാദികളുടെ വാദത്തിന് നിയമപരിരക്ഷ ലഭിക്കുന്നു. ഇതനുസരിച്ച് അവിടെ സർവേ നടത്തുന്നതിന് തടസ്സമില്ല. ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം സംരക്ഷിക്കുന്ന 1991-ലെ ആരാധനാലയ സംരക്ഷണ നിയമം നോക്കുകുത്തിയായി നിന്നോളും. ഒരു വശത്ത് പുരാതന പള്ളികളും ദർഗകളും കയ്യേറ്റമെന്നാരോപിച്ച് പൊളിച്ചു നീക്കുന്നു. മറുവശത്ത് പള്ളികൾ നിൽക്കുന്നത് ക്ഷേത്രത്തിന് മുകളിലാണെന്ന് ആരോപിച്ച് കൈയടക്കാൻ ശ്രമിക്കുന്നു.
അതോടൊപ്പം മധ്യകാല മുസ്ലിം നിർമ്മിതികളിൽ കയ്യേറ്റവും നടക്കുന്നു. ഇതെല്ലാം രാജ്യത്തുണ്ടാകുന്ന വിഭജനം ചെറുതല്ല. ഈ ചരിത്ര സംസ്കാരങ്ങൾ വെറുമൊരു അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മറ്റൊരു വിഭാഗത്തിന് കൈയടക്കാനും തകർത്ത് കളയാനും പറ്റുന്ന സാഹചര്യം നിയമവാഴ്ചയില്ലാത്ത സമൂഹത്തിന്റെ ലക്ഷണമാണ്. വെറുമൊരു തർക്കഭൂമിയായി കണക്കാക്കും മുമ്പ് സമ്പൽ കേസിൽ പള്ളിയുടെ അന്തർലീനമായ മതപരമായ പവിത്രതയെ ഹൈക്കോടതി അംഗീകരിക്കേണ്ടതായിരുന്നു. വർത്തമാനകാല സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചു വേണം കോടതികൾ കേസുകളെ സമീപിക്കേണ്ടത്. മുസ്ലിങ്ങളുടെ പള്ളികളിലും ദർഗകളിലും അവകാശവാദം ഉന്നയിച്ച് കൂണുപോലെ ഹർജികൾ മുളച്ചുപൊങ്ങുന്ന കാലത്ത് കോടതിയുടെ നിലപാട് സുപ്രധാനമാണ്. ഇത്തരം അവകാശവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ മുളയിലെന്നുള്ളാൻ കോടതികൾ തയ്യാറാവണം.